ഇനി മലപ്പുറത്തേക്കാണ് നമ്മൾ പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവിടെയാണ് തുടങ്ങുക. പ്രചാരണം കൊഴുപ്പിക്കാൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാളെ കേരളത്തിലെത്തും. നേമമണ്ഡലത്തിലെ വികസന സംവാദത്തിന് മന്ത്രി വി ശിവൻകുട്ടി NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ നൽകിയ ദിവസം ഇന്നാണ്. തിരുവനന്തപുരത്ത് R ശ്രീജിത്ത് ചേരും, നേമത്തെ കാര്യങ്ങൾ പറയും. അതുപോലെ മുഖ്യമന്ത്രിയുടെ സന്ദർശനം മലപ്പുറത്ത് എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. അതുപോലെ പത്തനംതിട്ടയിൽ രാഹുൽ ഗാന്ധി സന്ദർശിക്കും. അതിൻ്റെ വിവരങ്ങളുമായി ഷിജോ കുര്യനും ചേരുന്നു. ഗുഡ് മോർണിംഗ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ആദ്യം തിരുവനന്തപുരത്തേക്ക് R ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്തെ, സംവാദം എവിടെ വരെയായി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന നേമത്ത് SKN സംവാദവുമായി ബന്ധപ്പെട്ട തർക്കവിതർക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. 2 ദിവസമായി എവിടെ തിരിഞ്ഞാലും സംവാദത്തെ പറ്റിയുള്ള ചർച്ചകളും തർക്കങ്ങളുമാണ്. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വി ശിവൻകുട്ടിയാണ് BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനെ സംവാദത്തിന് വിളിച്ചത്. ഇന്ന് രാവിലെ 10 മണി മുതൽ ഉച്ചവരെയുള്ള സമയത്ത് താൻ സംവാദത്തിന് ഒരുക്കമാണ് എന്നായിരുന്നു ശിവൻകുട്ടി പ്രഖ്യാപിച്ചത്. എന്നാൽ സംവാദത്തോട് ഇതുവരെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ അനുകൂലമായൊരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ BJPയും CPM തമ്മിലുള്ള സംവാദത്തിന് കളമൊരുങ്ങുന്നത് കണ്ട് UDF സ്ഥാനാർത്ഥിയായ KS ശബരിനാഥനും സംവാദത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖരും ഒരുമിച്ചിരുന്നോട്ടെ, താൻ മറുവശത്ത് ഒറ്റയ്ക്കിരുന്നോളാം. കാരണം BJPയും CPM തമ്മിൽ ഡീലുണ്ട്. PM ശ്രീയും ലേബർ കോഡും ഒപ്പിടാൻ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖരും. അതുകൊണ്ട് അവരൊരുമിച്ചിരുന്നോട്ടെ, താൻ മറ്റൊരു വശത്ത് ഒറ്റയ്ക്കിരുന്നോളാം എന്നായിരുന്നു ശബരിനാഥിൻ്റെ നിലപാട്. അങ്ങനെ എന്തായാലും സംവാദം നടക്കുന്ന മട്ടില്ല. ഇന്ന് ഉച്ചവരെ ഉള്ള സമയമാണ് ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നതിന് തിരക്കുകൾ ഉണ്ട്. ഒപ്പം തന്നെ ഓശാന ഞായറുമായി ബന്ധപ്പെട്ട പരിപാടികളുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് അസൗകര്യമുള്ളത് കൊണ്ടാണ് ശിവൻകുട്ടി മുൻകൂട്ടി ഇങ്ങനെയൊരു തീയതി പറഞ്ഞത് എന്നാണ് BJPയുടെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും സംവാദവുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ തകൃതിയായി നടക്കുന്നു. ത്രികോണപ്പോരിന്റെ ചൂട് എല്ലാ അർത്ഥത്തിലും നേമത്ത് പടരുകയാണ്. നമുക്കിപ്പോൾ R ശ്രീജിത്താണ് ചേർന്നിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി മലപ്പുറത്താണ് ഇന്ന് പ്രചാരണ പരിപാടി ആരംഭിക്കുക. അവിടുന്ന് മുഖ്യമന്ത്രിയുടെ പ്രചാരണ പരിപാടികളുടെ വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേഷുണ്ട്. ഗുഡ് മോർണിംഗ് നിഖിൽ, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. പൂർണ്ണമായും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് ജില്ല കടന്നു കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രചരണ പരിപാടികൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, മുസ്ലിം ലീഗിന്റെ അതിശക്തമായിട്ടുള്ള വേരോട്ടമുള്ള ജില്ലയിൽ ഇത്തവണ CPM ഏറ്റവും വലിയ പരീക്ഷണം നേരിടുന്ന 4 മണ്ഡലങ്ങളിലാണ് മുഖ്യമന്ത്രി എത്തുന്നത്. രാവിലെ 9 മണിക്ക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനമുണ്ട്. പിന്നീട് അദ്ദേഹം ആദ്യം എത്തുക തിരൂർ മണ്ഡലത്തിലാണ്. തിരൂർ മുസ്ലിം ലീഗിന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ കാര്യമായ മത്സരം കാഴ്ചവെക്കാൻ പോലും ഇടതുമുന്നണിക്ക് സാധിക്കാറില്ല. പക്ഷെ ഇത്തവണ അത് വ്യത്യസ്തമാകുന്നത് മന്ത്രി V അബ്ദുറഹ്മാൻ താനൂരിൽ നിന്ന് മാറി തിരൂരിൽ തന്റെ സ്വന്തം തട്ടകത്തിലേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്നുള്ളതാണ്. അവിടെ കുർക്കോളി മൊയ്തീനാണ് സിറ്റിംഗ് MLA. അദ്ദേഹത്തെ പരാജയപ്പെടുത്തി ആ സീറ്റ് പിടിച്ചെടുക്കാനാണ് മന്ത്രി തന്നെ ഒരു നീരസത്തിനൊക്കെ ശേഷം അദ്ദേഹത്തെ താനൂരിൽ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം നീരസം പ്രകടിപ്പിക്കുകയും തിരിച്ച് തിരൂരിലേക്ക് എത്തുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ തിരൂർ പിടിച്ചെടുക്കുക എന്നുള്ളത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രചാരണ പരിപാടി എന്ന് പറയുന്നത് തിരൂരിലാണ്. പിന്നീട് അദ്ദേഹം പൊന്നാനിയിലാണ് എത്തുന്നത്. പൊന്നാനി എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു ചെങ്കോട്ടയാണ്. അവർക്ക് എല്ലാ കാലത്തും വലിയ ഭൂരിപക്ഷവും പിന്തുണ നൽകിയിട്ടുള്ള നാടാണ്. പക്ഷെ അവിടെ ഇത്തവണ സവിശേഷ സാഹചര്യം രൂപപ്പെടുന്നത് ഇടതുമുന്നണിക്കകത്തെ തന്നെ ചില പ്രശ്നങ്ങളാണ്. അതായത് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥിക്കെതിരെ നേരത്തെ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന TM സിദ്ദിഖ് ഒരു കലാപക്കൊടി ഉയർത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്ന് മാത്രമല്ല, അവിടുത്തെ സ്ഥാനാർത്ഥി നൌഷാദ് അലി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അവിടെ സജീവമായി പ്രവർത്തിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവിടെ ഇത്തവണ ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ രണ്ടാമത്തെ പ്രചാരണ പരിപാടി പൊന്നാനിയിലാണ്. മറ്റൊന്ന് തവനൂരാണ്. CPM ഞങ്ങളുടെ സുൽത്താൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന KT ജലീൽ മത്സരിക്കുന്ന തവനൂർ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടമാണ്. KT ജലീലിനെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുള്ള KT ജലീൽ തോറ്റുപോകുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അവിടെ DCC അധ്യക്ഷൻ VS ജോയ് ആണ് മത്സരിക്കുന്നത്. ജോയ് ഇത്തവണ ശക്തമായിട്ടുള്ള പോരാട്ടം കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ജില്ലയിൽ ആകെയുള്ള 2 സീറ്റുകളിൽ ഒന്നായ തവനൂരിൽ ഇത്തവണ മുഖ്യമന്ത്രി പ്രചാരണത്തിനുണ്ട്. ഏറ്റവും ഒടുവിൽ പെരിന്തൽമണ്ണയാണ്. പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഏതാനും വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മാത്രം നജീബ് കാന്തപുരം വിജയിച്ചു കയറിയ മണ്ഡലമാണ്. അവിടെ ഇത്തവണ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കും. നജീബിന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് കാര്യമായി തന്റെ ഗ്രാഫ് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി അവിടെയും പ്രചാരണം നടത്തുന്നത്. അങ്ങനെ 4 മണ്ഡലങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രചാരണമുള്ളത്. പരമാവധി ആളുകളെ എത്തിക്കാൻ ഇടതുമുന്നണി ശ്രമം നടത്തുന്നുണ്ട്. ഈ 4 മണ്ഡലങ്ങളിലെ എഫക്റ്റ് 16 മണ്ഡലങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യം.
ഇനി പത്തനംതിട്ടയിൽ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനമുണ്ട്. ഷിജോ കുര്യൻ തത്സമയം ചേരുന്നു. പറയൂ ഷിജോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നാളെ രാവിലെ 11 മണിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി പത്തനംതിട്ട ജില്ലയിലെത്തുക. ആദ്യത്തെ പരിപാടി അടൂരിലാണ്. അടൂരിലെ പോലീസ് ക്യാമ്പിനടുത്തുള്ള ഹെലിപ്പാഡിലായിരിക്കും രാഹുൽ ഗാന്ധി വന്ന് ഹെലികോപ്റ്റർ ഇറങ്ങുക. അതിനുശേഷം അടൂരിലേക്ക് റോഡ് ഷോയും അവിടെ പൊതുസമ്മേളനവും ഉണ്ട് എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ഈ ഒരു സമയം വരെ ലഭിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടെ കൃത്യമായിട്ടുള്ള പരിപാടികൾ സംബന്ധിച്ചുകൊണ്ട് ഒരു ഔദ്യോഗികമായ ചാർട്ട് KPCCയോ DCCയോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. നാളെ 11 മണി 11:45 ഹെലിപ്പാഡിൽ വന്നിറങ്ങുന്ന രാഹുൽ ഗാന്ധി പിന്നീട് അടൂരിലേക്ക് പോകും. അടൂരിൽ വെച്ച് ഏതാണ്ട് കൈപ്പട്ടൂർ വരെയുള്ള റോഡ് ഷോ ഉണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിന് മുന്നോടിയായിട്ട് തന്നെ അവിടെ അടൂരിൽ ഒരു പൊതുസമ്മേളനം കൂടി രാഹുൽ ഗാന്ധി പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അടൂർ നിയോജക മണ്ഡലം UDF-നെ സംബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞ 15 വർഷമായിട്ട് ഒരു തരത്തിലും UDF-ന് അവിടെ ഒരു സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തവണ അവിടെ അടൂരിൽ UDF സ്ഥാനാർത്ഥി ഈ പറഞ്ഞ CV ശാന്തകുമാറാണ് ജനവിധി തേടുന്നത്. അപ്പോൾ ഇത്തവണ കഴിഞ്ഞ 15 വർഷത്തിന് ഇപ്പുറത്തേക്ക് ആ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളത് UDF-നെ സംബന്ധിച്ചുകൊണ്ടൊരു അഭിമാന പോരാട്ടമാണ്. അവിടെ CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രിജി കണ്ണനാണ് LDF-ന് വേണ്ടി അവിടെ ജനവിധി തേടുന്നത്. അവിടെ UDF-ന്റെയും LDF-ന് അപ്പുറത്തേക്ക് BJP-യും ഒരു നിർണായക ശക്തിയായിട്ട് പന്തളം പ്രതാപൻ അടക്കമുള്ള ആളുകൾ കൂടി അപ്പുറത്തുണ്ട്. അപ്പോൾ UDF അടൂർ നിയോജക മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവിടേക്ക് രാഹുൽ ഗാന്ധി അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ കൊണ്ടുവരുന്നത്. നാളെ 11 മണിയോടുകൂടി രാഹുൽ ഗാന്ധി അടൂരിലെത്തും. അവിടെ റോഡ് ഷോ അടക്കമുള്ള കാര്യങ്ങളും പൊതുസമ്മേളനവും ഉണ്ട്. അതിനുശേഷം വരുന്നത് ആറന്മുളയിലേക്കാണ്. ആറന്മുള എന്ന് പറയുന്നത് ഈ സമീപകാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 5 വർഷത്തെ മൊത്തം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രതിപക്ഷം ഏറ്റവും അധികം സർക്കാരിനെതിരെ ആയുധമാക്കിയത് ആരോഗ്യരംഗത്തെക്കുറിച്ചാണ്. ആരോഗ്യരംഗത്തെ ചെറിയ പോരായ്മകൾ പോലും വലിയ തരത്തിൽ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരോഗ്യമന്ത്രി വീണ ജോർജ് ജനവിധി തേടുന്ന ആറന്മുള നിയോജക മണ്ഡലം 2 തവണ വീണ ജോർജ് ഇപ്പോൾ നിന്നിരുന്നു. ഇത്തവണ ആറന്മുളയിൽ താൻ വിജയിച്ചു കയറുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് വീണ ജോർജ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കിയ ആരോഗ്യരംഗത്ത് നിന്ന് ജനവിധി തേടുന്ന മന്ത്രി വീണ ജോർജിനെ ആറന്മുളയിൽ എങ്ങനെയും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് UDF-നെ സംബന്ധിച്ചുകൊണ്ട് അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി ആറന്മുളയിലേക്ക് കൂടി എത്തുക. അടൂരിലെ പരിപാടി കഴിഞ്ഞ് കൈപ്പട്ടൂർ വരെ അവിടെ വരെ റോഡ് ഷോ ആയിട്ട് വരും. അതിനുശേഷം കൈപ്പട്ടൂരിൽ നിന്ന് പത്തനംതിട്ട പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട്. അവിടെയും പൊതുസമ്മേളനമുണ്ട്. അങ്ങനെ പത്തനംതിട്ട ജില്ലയുടെ 5 നിയോജക മണ്ഡലങ്ങളിൽ 2 ആറന്മുളയിലും അടൂരിലുമാണ് രാഹുൽ ഗാന്ധിക്ക് പരിപാടിയുള്ളത്. അതിനുശേഷം ഇവിടുന്ന് ഒരുപക്ഷേ കാലിക്കറ്റ് കോളേജിന്റെ ഹെലിപ്പാഡിൽ നിന്നോ അല്ലെങ്കിൽ പ്രമാണത്തെ ഹെലിപ്പാഡിൽ നിന്നോ രാഹുൽ ഗാന്ധി കോട്ടയത്തേക്ക് പോകും. എന്തായാലും കഴിഞ്ഞ ആഴ്ച കേരളത്തിലേക്ക് വരാനിരുന്നതാണ് രാഹുൽ ഗാന്ധി. സോണിയാഗാന്ധിയുടെ അനാരോഗ്യത്തെ തുടർന്നാണ് യാത്ര നാളത്തേക്ക് മാറ്റിവെച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.